34,000-ലേറെ പേരെ കൊന്നുതള്ളിയ ഇസ്രായേൽ ക്രൂരത ഇനി ലക്ഷങ്ങൾ തിങ്ങി താമസിക്കുന്ന ഗസയിലെ റഫയിലേക്കും. ക്രൂരതയുടെയും വംശഹത്യയുടെയും 200 നാളുകൾ പിന്നിട്ട ഗസയിൽ റഫയ്ക്കു നേരെ കരയാക്രമണ മുന്നൊരുക്കം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. റഫയ്ക്കു നേരെയുള്ള കരയാക്രമണത്തിന്റെ മുന്നൊരുക്കങ്ങൾ സൈന്യം ഊർജിതമാക്കി. കരയാക്രമണത്തിനുള്ള ഇസ്രായേൽ സേനാ വിന്യാസം അവസാന ഘട്ടത്തിലാണെന്നാണ് റിപ്പോർട്ട്. ഇസ്രായേൽ അതിർത്തിയോട് ചേർന്ന് ഇസ്രായേൽ സൈനികരും സൈനിക വാഹനങ്ങളും കൂട്ടമായി ഒരുങ്ങി നിൽക്കുന്നതായും പുതിയ താവളം സജ്ജമായതായും റിപ്പോർട്ടുകളുണ്ട്. 2 താവളങ്ങളിലായി 800-ലേറെ സൈനിക വാഹനങ്ങൾ സജ്ജമായതായി റിപ്പോർട്ടുകൾ പറയുന്നു. വടക്കൻ അതിർത്തിയോട് ചേർന്ന് 120 വാഹനങ്ങളും നെഗേവ് മരുഭൂമിക്കരികെ 700 വാഹനങ്ങളും ആണുള്ളത്. ഗസയിലുടനീളം ഇസ്രായേൽ വീടുകൾ നശിപ്പിച്ചതോടെ അഭയം നഷ്ടമായ 14 ലക്ഷത്തിലേറെ ഫലസ്തീനികളാണ് തമ്പുകളിലും മറ്റുമായി റഫേൽ തിങ്ങിപ്പാർക്കുന്നത്. റഫേൽ കരയാക്രമണം നടത്തിയാൽ മനുഷ്യ ദുരന്തമാവുമെന്ന് ലോകമൊന്നടങ്കം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇവിടെയുള്ള സാധാരണക്കാർ കൂട്ടമായി വംശഹത്യക്കിരയാവുമെന്ന ആശങ്കയാണ് എല്ലാവരെയും മുൾമുനയിൽ നിർത്തുന്നത്. എന്നാൽ പിൻവാങ്ങാനില്ലെന്ന പ്രധാനമന്ത്രി നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് കൂട്ടക്കുരുതിക്ക് അവസാനവട്ട ഒരുക്കങ്ങൾ അതിവേഗം നടക്കുന്നത്. ഉപഗ്രഹ ചിത്രങ്ങൾ നൽകുന്ന സൂചനകൾ പ്രകാരം ഗസയ്ക്ക് പുറത്തായി 9 സൈനിക പോസ്റ്റുകൾ ഇസ്രായേൽ തയ്യാറാക്കിയിട്ടുണ്ട്. 3 എണ്ണം കഴിഞ്ഞ വർഷാവസാനവും അവശേഷിച്ച 6 എണ്ണം ജനുവരി മാർച്ച് മാസങ്ങളിലുമാണ്. ഗസയിൽ ഉടനൊന്നും സൈനിക നീക്കം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ പരിഗണനയിൽ ഇല്ലെന്ന സൂചന നൽകുന്നതാണ് പുതിയ വെളിപ്പെടുത്തലുകൾ. ഗസയിൽ കൂട്ടക്കുരുതി തുടരുന്ന ഇസ്രായേലിന് $2,600 കോടി സൈനിക സഹായം അമേരിക്ക പാസാക്കിയിരുന്നു. 2 ലക്ഷം കോടി രൂപയിലേറെ വരുന്ന ആയുധങ്ങളും അനുബന്ധ സൗകര്യങ്ങളും പുതുതായി US വക എത്തുന്നത് ഗസയെ കൂടുതൽ ചാരമാക്കാൻ സഹായിക്കുമെന്നതിൽ സംശയമില്ല. ഒരേ സമയം ഇസ്രായേലിന് ആയുധം കൈമാറി കൂട്ടക്കൊലയ്ക്ക് സർവ്വ പിന്തുണയും നൽകുകയും അവർ റഫ ആക്രമിക്കുന്നതിനെതിരെ രംഗത്ത് വരികയും ചെയ്യുന്ന നിലപാടാണ് അമേരിക്കയുടേത്. സിവിലിയൻ സുരക്ഷ ഉറപ്പാക്കാതെ റഫ ആക്രമണം പാടില്ലെന്ന് അമേരിക്ക പറയുന്നു. എന്നാൽ US യൂറോപ്യൻ അഭ്യർത്ഥന തള്ളിയാണ് ഇസ്രായേലിൻ്റെ കിരാത നീക്കം. റഫ ആക്രമണത്തിന് തങ്ങളുടേതായ പദ്ധതിയൊന്നും ഇസ്രായേലിന് കൈമാറിയിട്ടില്ലെന്ന് പെൻറ്റഗൺ അറിയിച്ചു. പക്ഷേ ഇസ്രായേൽ കവർന്ന ഓരോ ഇഞ്ച് ഭൂമിയും തിരിച്ചുപിടിക്കും വരെ ഫലസ്തീൻ പോരാട്ടം തുടരുമെന്ന് ഹമാസ് സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ്സ് മുന്നറിയിപ്പ് നൽകി. സിറിയയിലെ കോൺസുലേറ്റ് തകർത്തതിന് മറുപടിയായി ഇസ്രായേലിൽ ഇറാൻ ആക്രമണവും അതിന് പ്രതികാരമായി ഇറാനിൽ ഇസ്രായേൽ ആക്രമണവും നടന്നത് അവസരമാക്കിയാണ് റഫേൽ കുരുതി നടത്താനുള്ള സയനിസ്റ്റ് രാഷ്ട്രത്തിൻ്റെ നീക്കം. അതേസമയം ഗസയിലെ അൽ നാസർ ആശുപത്രി വളപ്പിൽ കൂട്ടക്കുഴിമാടങ്ങൾ കണ്ടെത്തിയ സംഭവം ഞെട്ടിക്കുന്നതാണെന്ന് UN നേതൃത്വം ചൂണ്ടിക്കാട്ടി. സംഭവത്തെക്കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ അന്വേഷണം വേണമെന്നും മനുഷ്യാവകാശങ്ങൾക്കായുള്ള UN നേതൃത്വം ആവശ്യപ്പെട്ടു. വാർത്തയുടെ നിജസ്ഥിതി അറിയില്ലെന്നും ഇസ്രായേലിനോട് ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയതായും വൈറ്റ് ഹൗസും പ്രതികരിച്ചു. ഇതിനിടെ ഗസയിലെ ഇസ്രായേൽ വംശഹത്യക്കെതിരെ കൊളംബിയ സർവകലാശാലയിൽ തുടക്കമിട്ട വിദ്യാർത്ഥി പ്രക്ഷോഭം US ഒട്ടുമിക്ക ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും പിടിച്ച് ഉലയ്ക്കുകയാണ്.